നിനക്കൊന്നും പഠിക്കാനില്ലേ? ഏതോ നേരം ഈ കൊച്ചു ടി വി പഠിക്ക് പോയിട്ട്. നാളെ പഠിച്ചില്ല നിനക്ക്? പോയി പഠിക്ക്, പോയി പഠിക്ക. മൊബൈലൊന്ന് കാണാൻ നിർത്തിയേ. 24 മണിക്കൂർ ഈ മൊബൈൽ കാണാല. ആ മൊബൈലിനെ തല്ലി പൊളിച്ച് കളയിട്ട. നീ മഴ വരുന്ന കണ്ടാ? അത് തുണിയോട് പോയിടുത്തേ. കാലത്തന്നെ കെട്ടി കഴിഞ്ഞ എവിടക്കിയ അവിടെ കാണായോ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല സ്വഭാവം കേട്ടാ. കാര്യം പറഞ്ഞ തോന്നിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളെ പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാ അവിടേക്ക് പോണത്? അവളെ കാണാനാണോ? നീ എന്തും പറഞ്ഞത്? കണ്ണി കണ്ട എന്റെ ഒരു പരാതി കണ്ണി കണ്ട പള്ളങ്ങളെ കാരണം എന്റെ സമാധാനം പോയി. എന്തു പറ്റിയ നിന്റെ മരുമകൾക്ക്? രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ. അത് ഇത്ര പുത്തരിയൊന്നല്ലല്ലോ. നിങ്ങളുടെ മരുമകൾക്ക് അടുക്കളയില് എന്തെങ്കിലും ഒരു സാധനങ്ങൾ കുറവായാലും കിടന്നിട്ട് തെരുപ്പറക്കലെത്തി കൂടുതലാ. അച്ഛാ വെള്ളം കുടിക്കച്ചാ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛനോട്? എന്തിരുന്നേ? ഇന്ന് അച്ഛാ പ്രഷറൊന്നും കാര്യാക്കണ്ട. അച്ഛന് ഇഷ്ടപ്പെട്ട പൂജയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വായ കഴിക്കണം നമുക്ക്. അച്ഛന്റെ അക്കൗണ്ടിൽ പെൻഷൻ വന്നില്ലേ? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, നമുക്ക് വാങ്ങിക്കുക. അയ്യോ ചായ അടുപ്പത്ത് ഞാൻ പോരാട്ടാ. വെറുതെ അല്ല വന്ന് മരുമോള് വെള്ളം കുടിപ്പിച്ചത്. ഈ കണക്കിന് കുറെ വെള്ളം കുടിക്കേണ്ടി വരും അമ്മാനച്ചൻ. നീ പോണ പട്ടി. പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണ ഉണ്ണാക്കാൻ. ഈ വലിയ കേമത്രം ഒന്നും പറയണ്ടേ. നിന്റെ വലിയ കേമത്രം കൊണ്ടല്ലേ നിന്റെ കെട്ടിയ ആ ശ്യാമളാരെ പിന്നാലെ പോയത്. അവിടെയാണ് ഇപ്പൊ കെടുപ്പ് ഇരിപ്പൊക്കെ. അയ്യടേ അവള് വലിയ പുണ്യാളത്തി. എന്റെ കെട്ടിയൻ അങ്ങനെ പോയിണ്ടെങ്കിലേ എന്റെ കെട്ടിയനെ മിടുക്കടി. നിന്റെ ഈ കോന്തന്റെ പോരല്ലടി. എന്റെ ഏട്ടനാ കോന്തൻ. നിന്റെ ചെക്കന്റെ തൊലി വെളുപ്പില്ലാന്നുള്ളടി. എന്റെ ഏട്ടന്റെ മനസ്സ്. ഇപ്പൊ സമാധാനം ഇല്ലേ നിനക്ക്? ആ ബോഡി എടുത്ത് തെക്കേ പുറത്ത് കുഴി കുത്തി കുഴിച്ചിട്. രേഖ അല്ലാതെ അടിച്ചില്ലേ? ഞാനത് ഇന്നലെ തന്നെ അടിച്ചു വെച്ചു. എത്രയാ രേഖ? 400 രൂപ. ഞാനത് ഗൂഗിൾ പേ ചെയ്യാട്ടാ. ഞാൻ നിന്നെ കാണാനിരിക്കായിരുന്നു. നിങ്ങളുടെ വീടിന്റെ അടുത്തല്ലേ ഹിന്ദു? അവിടെ എന്തോ സംഭവം കേട്ടല്ലോ. അവിടെ ആ ചെക്കനെ പിടിച്ചാൽ നാക്കേട് പറയണ്ട. അവളുടെ കെട്ടിയും ഗൾഫിലല്ലേ? അവരൊക്കെ അറിഞ്ഞിണ്ടാവില്ല ഇപ്പൊ? അറിഞ്ഞിണ്ടാവുന്ന അത് അപ്പൊ തന്നെ അറിഞ്ഞിണ്ടാവും. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ? ഞാൻ പോവാന്റെ രേഖ. ഞാൻ ലക്ഷ്മിനെ കാണാതിരിക്കായിരുന്നു. ഭൂമിയുടെ റീസർവ് മറക്കണ്ട. സർവേക്കൊക്കെ വരുന്നത് ശരി. അന്നത്തെ പോലെ ഞാൻ സമ്മതിക്കില്ല കേട്ടാ. അവര് തർക്കം പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാ? നിങ്ങളുടെ ചേട്ടന്മാരെ വിടല്ലത്. ഇനി ചേട്ടനും ബന്ധുക്കളൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു. എനിക്ക് എന്റെ ഭൂമി കറക്റ്റ് ആയി കിട്ടണം. എന്തായാലും അന്ന് കേട്ടെ, റീസർവ് അല്ലേ, എല്ലാം ശരിയാവും. തിരുവാതിര ഞാറ്റുവേല തുടങ്ങിയില്ലേ? അതന്നെ മഴ വന്നും പോയി നിക്കണത്. തിരുവാതിര ഞാറ്റുവേല 14.5 ദിവസം 365 തവണ ഈ ദിവസങ്ങളിലും മഴ പെയ്യുന്നാണ് പണ്ട് കാരണന്മാര് പറയാറുള്ളത്. നമ്മുടെ മരുമകളുടെ സ്വഭാവം പോലെ തന്നെ. വെയില് പോയി, മഴയും വരുന്നുണ്ടല്ലോ. ഇടി മുടിങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര വർഷമായിന്ന്? 3 വർഷമായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഒരു പണി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എനിക്കൊരു പണി കിട്ടുന്നുണ്ട്. ഞാൻ പണി നിഷ്ഠാട്ടില്ലല്ലോ, പണി കിട്ടുന്നുണ്ട്. എന്നിട്ട് വലിയ യോഗ്യതരം പറയാൻ നിൽക്കുക. ഞാൻ യോഗ്യം തന്നെ. ഇതിനു മുമ്പേ ഈ 3 ദിവസം മുന്നൊക്കെ ഞാനൊക്കെ നോക്കിയത്, നീ ഒന്നല്ലോ. ഒരു യോഗ്യൻ. നിങ്ങളുടെ യോഗ്യതരം ഒന്നും ഇവിടെ പറയണ്ടട്ടാ. തറയെടുത്ത് നടക്കാൻ പറ്റണ്ടേ? എന്തടി അവിടെ ശബ്ദം കേക്കണേ? അവിടെ 2 വീണ്ടും കടിപിടി കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. നിങ്ങള് പറയുമ്പോഴേ എന്റെ മക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ഈ കുടുംബത്തെ ചെലവ് എങ്ങനെ കഴിഞ്ഞു പോകണം നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടാ? അച്ഛന്റെ പെൻഷൻ കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ കളിച്ച് നടക്കണത്? എന്റെ ഒരു തലവിധി. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ? എന്ത് പണ്ട് കാര്യമില്ല. എല്ലാം എന്ത് പറഞ്ഞോളൂ, എല്ലാം ആ പെൺകുട്ടിയെ കൂടെ എത്തിക്കുള്ളൂ. മോനെ നിനക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ? എന്ത് ക്ഷമിക്കണി? എന്താ ചെയ്യ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ക്ഷമിക്കും മക്കളെ. എന്താ ഇങ്ങനെ? മിനിറ്റിന് അവളെ സ്വഭാവം മാറുന്നത്. എന്റെ അമ്മേ മരോളെ കുറ്റം പറയാ? എന്താ മോളെ?
അച്ഛന് സുഖമില്ലേ? മരുന്നൊക്കെ കഴിക്കണേ? പിന്നെ നല്ലൊരു ക്ഷീണം പോലെ. എന്താണ് നീ ഇന്നലെ കളഞ്ഞിട്ട്? ഇന്നലെ അവിടെ ഒരു മരണം നടന്നേട്ടാ, വരാനൊക്കെ ഇരുന്നതാ. നമ്മളിവിടെ ഇരുന്നേ ഞങ്ങള് നിന്റെ നാത്തൂനെ പറ്റിട്ട് ഇവിടെ ഇരുന്ന് പറയായിരുന്നു. എന്തായാലും പ്രശ്നം ഉണ്ടായ? എന്ത് പ്രശ്നം? കുടുംബത്തിൽ സമാധാനം അതന്നെ. എന്തിനധികം പറയണ എന്റെ മോളെ, ഈ തിരുവാതിര ഞാറ്റുവലയില് 365 തവണ മഴ പെയ്യെന്ന് പറയുന്നുണ്ട്. അതേപോലെ നിന്റെ നാത്തൂന്റെ സ്വഭാവം എപ്പോഴും വരെ മാറാന്ന് പറയാൻ പറ്റില്ല. ഈ 18 പേർക്കം പോലെയാണ് അവളുടെ സ്വഭാവം. വെയിലും മഴയും വന്നും പോയിരിക്കില്ലേ. എന്താ ചെയ്യാ? എപ്പൊ നോക്കിയാലും രണ്ടുപേരും ഭയങ്കര തല്ലൂട്ടാ. എന്നാലാ ഒരു നേരം കാണാണ്ടിരിക്കാനും പറ്റില്ല. ഇത്തിരി കഴിഞ്ഞാ കാണാൻ രണ്ടാളും കൂടി കളിച്ചും തിരിച്ചിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ സ്വഭാവം ഏത് തരണം. ആ സ്വഭാവം കഴിഞ്ഞിട്ടില്ല, അവളെ മുഖത്തിന് കയ്യിലെ തോന്നില്ല. എന്റെ മോള് അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. ചേട്ടനറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതില്. അമ്മോട് പറഞ്ഞാൽ ചിലപ്പോ അമ്മയ്ക്ക് അത് മനസ്സിലാവും. അമ്മക്ക് അതിലൂടെ കടന്നു വന്നതല്ലേ, നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ സ്ത്രീകൾക്ക് മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞ ശാരീരിക വ്യതിയാനങ്ങളുണ്ട്. ഈ പുരുഷന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവരിട്ടത് ശ്രദ്ധിക്കില്ല. ഇത് പീരീഡ്സ് ആകുമ്പോഴുള്ള ഹോർമോൺ ചേഞ്ചാ. ആർത്തവിരാമമാവുമ്പോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ അകാരണമായ ഭയം തോന്നുക, ഉറക്കക്കുറവ് തോന്നുക, ചിലപ്പോ മറവി ഉണ്ടാവുക, ശാരീരികമായ ഭയങ്കര ശാരീരികമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനകള്. ഇനിയിപ്പോ ആ വേദന ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയുമ്പോ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു പ്രശ്നം, വിശപ്പില്ലായ്മ, ക്ഷീണം, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആരെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാലും മതി, പക്ഷെ അവർക്കത് വലിയൊരു ഇതായിട്ട് തോന്നും. ഒച്ച കേൾക്കുമ്പോ അതും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്കത് സ്ത്രീകൾക്ക് തമ്മിൽ പറഞ്ഞാൽ ചിലപ്പോ അത് മനസ്സിലായി വരും. പക്ഷെ പുരുഷന്മാർക്ക് പണ്ടത്തെ കാലത്തുള്ളവർക്ക് ചിലപ്പോ അത് അറിയില്ലായിരിക്കും. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്നൊന്നും തോന്നില്ല. ഒരു വിധം എല്ലാവർക്കും അറിയാം. അവർക്കത് ആർത്തവിരാമം വിരാമം ഉണ്ടാവണതിന് മുന്നും അതിന് ശേഷം ഈ വക ചേഞ്ച് ഒക്കെ നമ്മുടെ ശാരീരികമായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അവരെ സ്വാന്തനിപ്പിച്ച് എന്താ പ്രശ്നങ്ങളെന്ന് ചോദിച്ച്, ഇനി വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഭയം ഉണ്ടായിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നുമ്പോ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തെന്ന് ചോദിക്കുക സ്നേഹത്തോടെ. അപ്പൊ അവർക്കത് ഒരു മനസ്സിന് ആ ഒരു സന്തോഷം ഉണ്ടാവും. അവരുടെ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയും. അല്ലെങ്കിൽ അവര് ആഴത്തില് മാനസികമായ ഒരു വിഭ്രാന്തിയായിട്ട്, ആരില്ലാന്നൊരു തോന്നലായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. അത് അവരോട് നമ്മൾ സ്നേഹത്തോടൊന്ന് പെരുമാറിയാൽ മതി. അവര് ചേർത്ത് പിടിക്കുക, എന്താ കാര്യം എന്നൊന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ തോന്നുമ്പോ അത് നമ്മൾ ഭർത്താവ് മാത്രല്ല വീട്ടിലുള്ള. അപ്പൊ അമ്മയ്ക്ക് ഇത് മനസ്സിലാവും. അമ്മയായാലും അച്ഛനായാലും മക്കളായാലും, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അമ്മയുടെ ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കാണുമ്പോ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിപ്പോ ഭാര്യ ആയാലും പെങ്ങളായാലും അത് മറ്റുള്ളൊരു സ്ത്രീ, നമ്മൾ പുറത്തു പോകുമ്പോഴായാലും അങ്ങനെയും സ്ത്രീകളോട് വല്ലാണ്ട് ഇതൊക്കെ കാണിക്കാന്നല്ല പറയാ, എന്നാലും കുറച്ച് ഒരു സൗമ്യമായ രീതിയിൽ ഇടപെട്ടാൽ അവരെ ചേർത്തൊന്ന് പിടിച്ചാൽ വേറെ ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് മരുന്നോ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണമെന്നോ കുറെ ഭക്ഷണം അതൊന്നല്ല. അവരൊന്ന് വയ്യാണ്ടിരിക്കുമ്പോ ഒന്ന് ചേർത്ത് പിടിക്കുക, എന്തേന്നൊന്ന് ചോദിക്കുക. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അവരുടെ എല്ലാതും അതിലൂടെ മറക്കും. ഇത്രേ ഉള്ളൂ ഓരോ പെണ്ണിന്റെ മനസ്സിലുള്ളത്. ഇനിയിപ്പൊ ആർത്തവിരാമം ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് അവർ ദേഷ്യപ്പെടുമ്പോ തന്നെ നമ്മൾ അവരെ ചീത്ത പറയണേക്കാൾ മുന്നേ എന്തേന്ന് ചോദിച്ചൊന്ന് ചേർത്ത് പിടിച്ച ആ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, വീട്ടിലുള്ളവർക്ക് വലിയ പങ്കുണ്ടല്ലോ മോളെ. അതാ ശരി. എന്താ മോളെ സുഖല്ലേ? അല്ലാത്ത തലവേദന. എന്താണ്? ഒന്നും സാരല്ല, ഒരു കുഴപ്പമില്ല. എന്താ ലക്ഷ്മി തലവേണ്ടിട്ടുണ്ട? വേണ്ടേട്ടാ, അമ്മ പറഞ്ഞില്ല അമ്മേ ഞാറ്റുവേല കാലത്ത് 365 തവണ മഴയാന്ന്. അതിലൊരു മഴയാണ് അമ്മേ അമൃതമഴ. അതാണ് പ്രകൃതിയിലെ ജീവവായു. അതുപോലെ നമ്മുടെ ലക്ഷ്മിയും ഈ വീടിന്റെ ഐശ്വര്യ.
എന്റെ മോളെ മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ അമൃത മഴ പെയ്യട്ടെ